ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷങ്ങൾ? മൊട്ട വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു ചെറിയ വീഡിയോ കേട്ടോ, ലെങ്ത് ഒന്നുമില്ല. അതിൻ്റെ ബാക്കി വീഡിയോസ് ഞാൻ വീണ്ടും അപ്ലോഡ് ചെയ്യും. ഇത് പെണ്ണൂന് വേണ്ടി ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ പെണ്ണൂന് വേണ്ടി നമ്മൾ കുറച്ച് ചെടി ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ അഖിലേഷ് ഭായിൻ്റെ കൂടെ ഓട്ടം വന്നതാണ്, പക്ഷേ എങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ വാങ്ങാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെടികൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു ഫാമിൽ പോയി. അവിടെ ഞാൻ തനിച്ചാണ് പോയത്. അഖിലേഷ് ഭായി വേറെ സ്ഥലത്ത് സെലക്ട് ചെയ്യേണ്ട അവർക്ക് വേണ്ടി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജമന്തി പൂവിൻ്റെ വെറൈറ്റികളാണുള്ളത്. ജമന്തി പൂവ്, റോസാപ്പൂവ്, അങ്ങനെ ഐറ്റംസുകൾ. നല്ല ഹൈബ്രിഡ് ജമന്തിയാണ് ഇതൊക്കെ. കാണാൻ നല്ല ഭംഗിയുള്ള കളറുകൾ, കളറുകൾ ഒരു 5-6 ഐറ്റം കളറുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരു 4-5 ഐറ്റം ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ തിരഞ്ഞെടുക്കുകയാണ്, ഏതാ എടുക്കേണ്ട കളറുകളൊക്കെ നോക്കിയിട്ട്. ഓക്കെ, എന്താ പറയുക, പെണ്ണൂൻ്റെ ഹാപ്പിനെസ്സാണ് ചെടി. അപ്പോൾ ഇത് സീസൺ ചെടിയാണ് കേട്ടോ. ഇത് എപ്പോഴൊന്നും കൊണ്ട് വെച്ചാൽ ഇപ്പം ഉണ്ടാവില്ല. ഇത് ഈ വേനൽക്കാലത്ത് നമ്മളെ എന്താ പറയുക, ഫ്ലവർ ഷോക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ചെടികളൊക്കെയാണിത്. എത്ര ദിവസം നിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, മഴയൊന്നും ഇതിന് തട്ടാൻ പറ്റില്ല വല്ലാതെ. അപ്പോൾ പെണ്ണ് ഒരുവിധം ചെടികളൊക്കെ കൊണ്ടുപോയി സംരക്ഷിച്ചുണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടി വാങ്ങിക്കുകയാണ് ഇതൊക്കെ. അപ്പോൾ എത്രത്തോളം നമുക്കിത് ഭാവിയിൽ ഉപകാരമാവുമെന്നറിയില്ല, നിലനിൽക്കുമെന്നറിയില്ല. എന്നിരുന്നാലും നമ്മളിത് കണ്ട ചൊറുക്കിനുണ്ടല്ലോ, ഒരെണ്ണത്തിന് 50 രൂപയാണ്. അങ്ങനെ ഞാൻ 5 തിരഞ്ഞെടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ആ ഒരു റെങ്കിൽ വാങ്ങിയത് തന്നെയാണ് കേട്ടോ. ബാക്കിയൊക്കെ വരുന്നത് വെച്ച് കാണാം, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ. പെണ്ണൂർ ഇതൊക്കെ സംരക്ഷിക്കുന്ന ആളാണെന്നുള്ളൊരു വിശ്വാസത്തിൽ വാങ്ങിച്ചാണ്. പെണ്ണൂൻ്റെ ഹാപ്പിനെസ്സാണ് ചെടി. ചെടി ഇല്ലെങ്കിൽ പെണ്ണിന് ഉറക്കം വരില്ല അറിയും. എന്നാൽ പെണ്ണൊന്ന് ഉറങ്ങട്ടെ ഉഷാറായിട്ട് ചെടിയൊക്കെ കണ്ടിട്ട് എന്ന് കരുതിയാണ് നമ്മൾ ഈ ചെടിയൊക്കെ വാങ്ങുന്നത്. ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളുണ്ടാവുമല്ലോ. ഹാപ്പിനെസ്, നമ്മൾ വീടും പരിസരമൊക്കെ അടിപൊളിയായിട്ടിരിക്കുക, ഉള്ളത് മഞ്ചായിട്ടിരിക്കുക. ഒരുപാട് സ്ഥലമൊന്നും ഉണ്ടായിട്ടൊന്നും നടക്കില്ല. കുറഞ്ഞ സ്ഥലമുള്ളൂ, നമുക്ക് 5-6 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിനകത്തുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് എല്ലാം ഫിറ്റാക്കും. മുറ്റത്തൊക്കെ ഇഷ്ടം പോലെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഇവരൊക്കെ കൊണ്ട് വെക്കാൻ തീരുമാനിച്ചു. പിന്നെ നമ്മൾ നോക്കുന്നത് റോസാപ്പൂക്കളാണ്. റോസാപ്പൂവിൻ്റെ വെറൈറ്റി കുറേ ഉണ്ട് ഇവിടെ, അടിപൊളി ഐറ്റംസുകളുണ്ട്. അപ്പോൾ വീട്ടിൽ കുറച്ച് റോസ് ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തേക്ക് ഇല്ലാത്ത ഐറ്റംസ് നോക്കി തിരഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തിരയണത്. അപ്പോൾ അങ്ങനെ 2-3 ഐറ്റം റോസും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാശ് മുടക്കിയിട്ടൊന്നും അങ്ങനെ ചെടി മാർപ്പാടം കാട്ടിലൊന്നുമില്ല. നമ്മൾ പരമാവധി ചെറിയ പ്രൈസിന് കിട്ടുന്ന ചെറിയ കൂടകളൊക്കെ വാങ്ങുള്ളൂ. കൂടകൾ വലുതാവും തോറും, ചെടി വലുതാവും തോറും ക്യാഷ് കൂടും. നമ്മൾ കൊണ്ടുപോയി വളർത്തി വലുതാക്കുക, കട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കുക, കവർ മാറ്റിയിട്ട് കൂട മാറ്റിയിട്ടൊക്കെ സെറ്റാക്കി എടുക്കുക. അല്ലാതെ ഇതുമൊന്നും ഒരുപാട് പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. വളർത്തി വലുതാക്കി എടുക്കുക എന്നുള്ളതാണ്. ഒന്ന് കൊണ്ടുപോയി 2 ആക്കാൻ ശ്രമിക്കുക, അങ്ങനെ നടക്കുകയുള്ളൂ ചെടി കൃഷിയൊക്കെ. ഒരുപാട് ആളുകൾ ഒരു വീടിൻ്റെ മുറ്റം നോക്കുമ്പോൾ മൊത്തം കാശ് കൊടുത്ത് വാങ്ങിച്ച ചെടിച്ചട്ടിയും ചെടികളുമായിരിക്കും. പക്ഷെ അതിൽ വലിയൊരു ഇതെനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് കൊണ്ടുപോയി അതിൽ നിന്ന് 2-3 ആക്കിയെടുക്കാൻ ശ്രമിക്കുക. അതൊക്കെ ശ്രമിച്ചാൽ നടക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് റോസാപ്പൂവിൻ്റെ ഐറ്റംസുകളാണ് വെറൈറ്റീസ്. അപ്പോൾ അത് നമ്മളൊരു 2-3 ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് വീട്ടിലുള്ള ആളുകൾക്ക് ഇതിനോട് താല്പര്യം ഉണ്ടാകുമ്പോൾ നമുക്ക് വാങ്ങാനും താല്പര്യമാവും. പക്ഷേ നമ്മൾ ഒരുപാടൊന്നും വാങ്ങില്ല കേട്ടോ, അത് വേറെ കാര്യം. അത്യാവശ്യത്തിന് മാത്രം, നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് കണ്ടാൽ മാത്രം. അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു, കുറച്ച് ചെടി ചട്ടികളും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ വിലയുള്ളൂ. ജമന്തിക്കൊക്കെ 50 രൂപയാണ്.